പവിത്രത്തിൻ്റെ രക്തം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി വിക്രം വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ശക്തി വരുന്നുണ്ട്. ശക്തിയെ കണ്ടതും വിക്രം ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശക്തി, നീ എന്താ ഈ സമയത്ത് ഇവിടെ? ശക്തി പറയുന്നുണ്ട്, അത് വിക്രം, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അതിന് നിനക്കെന്തിനടാ ഇങ്ങനെ ഒരു മുഖവുര? നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാലോ, നീ പറയെന്ന് പറയുന്ന സമയത്ത് ശക്തി പറയുന്നുണ്ട്, അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ മാമൻ്റെ മകളുണ്ടല്ലോ വേദ, ഞാൻ അവളെ സ്നേഹിക്കുന്നു, ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അവളെ എനിക്ക് വിവാഹം കഴിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞതും ഇത് കേട്ട് നമ്മുടെ വിക്രം ഒന്ന് ഞെട്ടുന്നുണ്ട്. ശക്തിയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ അവളെ എനിക്ക് വിവാഹം കഴിക്കണം വിക്രം, അവൾക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അവൾ എന്നോട് ഒരുപാട് സംസാരിക്കാറുണ്ട്, ഞാൻ പുറത്തേക്കൊക്കെ വിളിക്കുമ്പോൾ അവൾ എന്നോടൊപ്പം വരാറുണ്ട്. പക്ഷേ എന്നോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, അതെനിക്ക് അറിയണം. അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇത് കേട്ട് ശക്തി പറയുന്നുണ്ട്, അത് നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ടല്ലേടാ, നീ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം, എനിക്ക് വേണ്ടി നീ സംസാരിക്കണം. അവളെ നീ പുറത്തേക്ക് എവിടേക്കെങ്കിലും വിളിച്ച് എന്നെക്കുറിച്ച്, ഈ വിവാഹത്തെക്കുറിച്ച്, എനിക്ക് അവളോടുള്ള സ്നേഹത്തെക്കുറിച്ച് നീ ഒന്ന് അവളോട് പറ. എന്നിട്ട് അവളുടെ മനസ്സിൽ എന്താണെന്നറിഞ്ഞ് അത് നീ എന്നോട് പറയണം എന്ന് പറയുന്ന സമയത്ത് വിക്രം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഞാൻ എങ്ങനെ പറയാനടാ, ഇതിനെക്കുറിച്ചൊക്കെ ഞാനെങ്ങനെ സംസാരിക്കാനാ, എനിക്കെന്തോ ഒരു വിഷമം പോലെ എന്ന് പറയുന്ന സമയത്ത് ശക്തി പറയുന്നുണ്ട്, നീ നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവളോട് പറയാനല്ലല്ലോ പോകുന്നത്, എനിക്ക് അവളോട് സ്നേഹമുണ്ടെന്ന് പറയാനല്ലേടാ പോകുന്നത്, അതിന് നീ എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുന്നു. കേട്ട് വിക്രം പറയുന്നുണ്ട്, അതൊന്നും ശരിയാവത്തില്ലടാ, നീ തന്നെ അവളോട് നേരിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശക്തി പറയുന്നുണ്ട്, നീ എന്താടാ ഇങ്ങനെ, എനിക്ക് ഈ നാട്ടിലെ സുഹൃത്തായി നീ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ പ്ലീസ് എടാ, നീ ഒന്നും സംസാരിക്കുക അവളോട്, എനിക്ക് വേണ്ടി ഞാൻ നിന്നോട് ഇനി വേറൊരു കാര്യം ആവശ്യപ്പെടില്ല എന്നിങ്ങനെ പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, ശരി ഞാൻ പറയാം, ഞാൻ സംസാരിക്കാം എന്ന് പറയുന്നു. ഇത് കേട്ട് ശക്തിക്ക് സന്തോഷമാവുന്നുണ്ട്. വിക്രമിനെ ഓടിച്ചെന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് എടാ വിക്രം എന്ന് പറയുന്നു. പെട്ടെന്ന് ശക്തിയുടെ ഒരു കോള് വരുന്നുണ്ട്. അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശക്തിയുടെ മാമയായിരിക്കും ജസ്റ്റിസ് ശങ്കരനാരായണൻ. എന്നിട്ട് ഹലോ എന്ന് പറയുന്ന സമയത്ത് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എടാ ശക്തി, നീ എവിടെ? ഞാൻ ഇവിടെയെല്ലാം തിരഞ്ഞല്ലോ, കാണുന്നില്ലല്ലോ, നീ എങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ശക്തി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ മാമ, എന്തോ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരൂ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്, പിന്നെ പതുക്കെ വന്നാൽ മതി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ശരി മാമ, ഞാൻ ഇതാ വരുന്നു, ഇവിടെ ഫ്രണ്ടിനെ കണ്ട ഉടനെ തന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. കോൾ കട്ടായ ശേഷം ശക്തി വിക്രമിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ വിളിച്ചത് വേദയുടെ അച്ഛനാ, എനിക്ക് തോന്നുന്നു നല്ല ഹാപ്പി മൂഡിലാണ് മാമ നിൽക്കുന്നത്. മാമൻ്റെ സംസാരം കേട്ടിട്ടേ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ഏതാണ്ട് ഉറച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഓ അങ്ങനെയാണോ, എങ്കിൽ ഞാൻ വേദയോട് ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശക്തി പറയുന്നുണ്ട്, അത് വേണം, അതിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട, നീ അവളോട് സംസാരിച്ചേ പറ്റൂ, വേദയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയണം, എന്നിട്ട് നീ എന്നെ വിളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ശക്തി അവിടെ നിന്നും പോകുന്നുണ്ട്. വിക്രമാണെങ്കിൽ ശക്തി പോകുന്നതും നോക്കി വല്ലാത്തൊരു വിഷമത്തോടെ നിൽക്കുകയാണ്. ദൈവമേ, ഞാൻ ഇനി എന്തെല്ലാം അനുഭവിക്കണം, ഞാൻ എങ്ങനെയാണ് ഇവനക്ക് ശക്തിയോടുള്ള വേദയോടുള്ള സ്നേഹം, വേദയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെയാണ് വേദയോട് പറയുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വിക്രം. ശക്തി പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുന്നുണ്ട്. ശങ്കരനാരായണൻ എന്നെങ്കിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ശക്തി വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ശക്തിയെ കണ്ടതും ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്നോട് ശ്രീ ഒരു കാര്യം പറഞ്ഞു, നിനക്ക് വേദ ഒരുപാട് ഇഷ്ടമാണെന്ന്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, ശരിയാണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ശക്തി പറയുന്നുണ്ട്, ശരിയാണ് മാമ, എനിക്ക് അവളെ കണ്ട ഉടനെ തന്നെ, ഇവിടെ വന്ന് ഫസ്റ്റ് ടൈം കണ്ട ഉടനെ തന്നെ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, എനിക്കവളെ വിവാഹം കഴിക്കണമെന്നുണ്ട്, നിങ്ങളുടെ സമ്മതത്തോടെ അത് നടത്തിത്തരണം എന്ന് പറയുന്നു. ഇത് കേട്ട് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, അവളുടെ പാസ്റ്റ് നിനക്കറിയാമോ? ഇത് കേട്ട് ശക്തി പറയുന്നു, എനിക്കെല്ലാം അറിയാം, ശ്രീയേട്ടൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇപ്പോഴത്തെ കാലത്ത് 3ഉം 4ഉം ബ്രേക്കപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാ, പിന്നെ വേദയുടെ കാര്യത്തിലും ഇങ്ങനെയൊന്ന് സംഭവിച്ചു, അത് അവൾ അറിയാതെയല്ലേ, ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് വലിയ കാര്യമുള്ളതല്ല, എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല,
ഞാൻ അവളെ വിവാഹം കഴിച്ചുകൊള്ളാം, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ശരി, അങ്ങനെയാണെങ്കിൽ നീ അവളെ പൊന്നുപോലെ നോക്കണം, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ് എന്ന് പറയുന്നു. ഉടനെ അടുത്തൊരു മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് നിങ്ങളുടെ വിവാഹം നടത്താം, പിന്നീട് ഒരു ദിവസം അതിൻ്റെ റിസപ്ഷനും നടത്താമെന്ന് പറയുന്നു. ഇത് കേട്ട് ശക്തിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മാമ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാമ ഞാനിപ്പോൾ തന്നെ വേദി ഒന്ന് കണ്ടോട്ടെ, ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. ശങ്കരനാരായണൻ, അതിനെന്താ, നീ ചെന്ന് സംസാരിക്കേ, അവൾ റൂമിലുണ്ടെന്ന് പറയുന്നു. ശക്തി പെട്ടെന്ന് തന്നെ വേദയുടെ റൂമിനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഡോറിൽ തട്ടുന്നു. വേദയാണെങ്കിൽ അകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശങ്കരനാരായണൻ വേദയെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണല്ലോ. അതെല്ലാം ആലോചിച്ച് ഈ വിവാഹത്തിന് താൻ എങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ മരിക്കുന്നു എന്നും പറയുന്നു. ഇതെല്ലാം ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദ. ഡോറിൽ തട്ടുന്ന സൗണ്ട് കേട്ട് കണ്ണെല്ലാം തുടച്ച് പെട്ടെന്ന് തന്നെ വേദ ചെന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട്. ശക്തിയെ കണ്ട് വേദ എന്താണെന്ന് തിരക്കുന്നു. ശക്തി പറയുന്നുണ്ട്, വേദേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ജസ്റ്റ് 5 മിനിറ്റ് അത്ര മതി, എനിക്ക് അകത്തേക്ക് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരി വാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് വേദ. അങ്ങനെ ശക്തി പറയുന്നുണ്ട്, വേദേ, എനിക്ക് നിന്നോട് എങ്ങനെ സംസാരിക്കണം, ഇതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. പിന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്നുണ്ട്. നിനക്കും എന്നോട് ഇഷ്ടക്കേടൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ശരിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് വേദ പെട്ടെന്ന് തന്നെ ഒരു സൈഡിലേക്ക് എന്ത് പറയണമെന്നറിയാതെ സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. ഇത് കണ്ട് ശക്തി പറയുന്നുണ്ട്, ഓ, ഇതാണ് ഇന്ത്യയിലെ പെൺകുട്ടികളുടെ, മലയാളി പെൺകുട്ടികളുടെ ഒരു ശീലം. നിൻ്റെ ഈ തിരിഞ്ഞു നിൽക്കുന്നതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നു നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നുള്ളത്. പിന്നെ നിനക്ക് വിക്രം വിളിച്ചിരുന്നോ? വിക്രമിന് നിന്നെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിവാഹത്തെപ്പറ്റി നിന്നോട് അവൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞോ നിന്നോടെന്ന് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് അന്തം വിട്ടു പോവുകയാണ് നമ്മുടെ വേദ. എന്നിട്ട് ശക്തിയെ തന്നെ നോക്കുന്നുണ്ട്. വീണ്ടും ശക്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വിവാഹത്തിന് മാമൻ സമ്മതിച്ചു, ഇനിയിപ്പോൾ എൻ്റെ അമ്മയോട് ഇതിനെപ്പറ്റി സംസാരിക്കണം, തീരെ സമയമില്ല, അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ വിവാഹം നടത്താമെന്നാണ് മാമൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ശക്തി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ശരി വേദ, ഞാൻ ഇറങ്ങുന്നു, നീ ഡോറടച്ച് കിടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തി പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ വിക്രമിൻ്റെ വീട്ടിലേക്ക് ശ്രീ വരുന്നുണ്ട്, വേദയുടെ ചേട്ടൻ. ശ്രീയെ കണ്ടതും കമലാമ്മക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വീണ്ടും ഈ വീട്ടിലേക്ക് വന്നത്? ഞങ്ങളുടെ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രീ പറയുന്നുണ്ട്, ഞാനേ ഇങ്ങോട്ടുള്ള വരാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്നത്. എന്നെ നിങ്ങളുടെ മകൻ ഈ റൗഡി ഉണ്ടല്ലോ, ഇവൻ എന്നെ ഇങ്ങോട്ട് വരുത്തിക്കുന്നതാ. അന്ന് നിങ്ങളുടെ മകൻ എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് വിശ്വസിച്ചില്ല. നിങ്ങളുടെ മകൻ പുണ്യാളനാണെന്ന് പറഞ്ഞു. എന്നാലേ അതിനുള്ള തെളിവുകളുമായിട്ടാണ് ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണണോ നിങ്ങളുടെ മകൻ്റെ സ്വഭാവത്തെപ്പറ്റി എന്നും പറഞ്ഞുകൊണ്ട് പോക്കറ്റിലിരിക്കുന്ന ഫോൺ എടുത്ത് ഓണാക്കിക്കൊണ്ട് വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പല രാത്രികളിലും വേദയുടെ അടുത്ത് വന്ന് വിക്രം തൻ്റെ വീട്ടിൽ മതിലെല്ലാം ചാടി വരുന്നതും പോകുന്നതും എല്ലാം ശ്രീ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സീനെല്ലാം കണ്ടുകൊണ്ട് എല്ലാവരും അന്തം വിട്ടിരിക്കുന്നുണ്ട്. വിക്രമും പകച്ചു നിൽക്കുന്നുണ്ട്. ഇത്രത്തോളം ഒന്നും ഉണ്ടാവുമെന്ന് വിക്രമും വിചാരിച്ചില്ല. കണ്ടില്ലേ നിങ്ങളുടെ മകൻ്റെ സ്വഭാവം? എന്താ നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങളുടെ മകൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നല്ലേ പറഞ്ഞത്? എൻ്റെ വേദയെ നിങ്ങളുടെ മകൻ പുറത്താക്കിയതാണ്, ഇനി അവളുമായി ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ അവൻ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ രാത്രി വന്നു പോകുന്നത്? ഇവൻ്റെ വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുകയല്ലേ, ഇനി ഇതെല്ലാം നടക്കുന്നത് നിങ്ങളുടെ അറിവോടെയാണോ എന്ന് നമ്മുടെ ശ്രീ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾക്കിതൊന്നും അറിയാത്ത സംഭവമാണ്, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും നടക്കാനുള്ളതെല്ലാം നടന്നു, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ശ്രീ പറയുന്നുണ്ട്, എടാ നിനക്കറിയാവോ, എൻ്റെ അനിയത്തിയുടെ വിവാഹം നിശ്ചയിച്ചു, ഉറപ്പിച്ചു വെച്ചു. എന്നാണെന്നറിയാവോ? നിൻ്റെ വിവാഹം നടക്കുന്ന അതേ ഡേറ്റിൽ തന്നെയാണ് എൻ്റെ പെങ്ങളുടെയും വിവാഹം. അവളെ കെട്ടാൻ പോകുന്ന പയ്യനെ വലിയ ജോലിക്കാരനാ, അമേരിക്കക്കാരനാ. അവളെ വിവാഹം കഴിച്ച് അങ്ങ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രീ ഇങ്ങനെ തട്ടി വിടുന്നുണ്ട്. ഇത് കേട്ട് വിക്രമിന് ഇതെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. വിക്രം വലിയ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. വീണ്ടും ശ്രീ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അവസാനമായി പറയാ, ഇനി എൻ്റെ വീട്ടിൽ കയറി പോരുത്. എൻ്റെ വേദയുടെ ജീവിതത്തിലേക്ക് ഇനി
കടന്നു വന്നേക്കരുത്. ഇനി നിന്നെ എൻ്റെ വീട്ടിലെങ്ങാനും കണ്ടാൽ അവിടെ തോക്കുണ്ട്, അത് എടുത്ത് ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യും. ആരും ചോദിക്കാൻ വരത്തില്ല. അതൊരു ജസ്റ്റിസിൻ്റെ വീടാ. ഞങ്ങളോട് ആക്രമിക്കാൻ വേണ്ടി ജസ്റ്റിസിൻ്റെ വീട്ടിൽ കയറി വന്ന ആളെ ഞാൻ ഷൂട്ട് ചെയ്തതാണെന്ന് അങ്ങ് പറയും. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും പേടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ